അപ്പൊ ഇപ്പോഴെല്ലാം മോഡിഫൈ ചെയ്ത് വെച്ചാൽ പൈസ പോകും. പക്ഷെ പൈസ ഉണ്ടാക്കാൻ ഒരുപാട് നമ്മൾ കടയിലൊക്കെ ബിസിനസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അനാവശ്യമായിട്ട് കളയണമെന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആദ്യം കാണിച്ചു നീ റൈഡ് കാർ മൊത്തം ഇത്രയും കാറുകൾ മനസ്സിലായില്ലേ? ഇത്രയും കാറുകളാണ് ഇവിടെ ഉള്ളത്. എൻ്റെ 18 ഇപ്പോൾ ഉണ്ട്. ടോട്ടൽ 18 കാറ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് മുത്തേ. 18 കാറ് മനസ്സിലല്ലേ? 18 കാറ് നോക്കാം. ഇത് കണ്ടോ? ഇതെല്ലാം ഇതൊക്കെ ഇതൊന്നും ഞാൻ മോഡിഫൈ ചെയ്തിട്ടില്ല. ഇല്ല, മിക്കതും ചെയ്തിട്ടില്ല. ആ കൂടി 2 മെയിൻ ചെയ്തിട്ടുള്ളൂ. ഈ വാൻ ചെയ്ത് അത് മറ്റേ ഇതിനു മുമ്പത്തെ ലൈവ് ചെയ്ത്. പിന്നെ ഇത് ഇത് ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ വാങ്ങിച്ചോ തന്നെ ഫുൾ ആൻഡ് ഫുൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് മുത്തേ. അവിടെ പിന്നെ ഇത് എൻ്റെ ഫസ്റ്റ് മറ്റില്ല 500 കോയിൻ കൊടുത്ത് ഫസ്റ്റ് ടൈം എടുത്ത കാർ ഇതാണ്. മനസ്സിലായില്ലേ? ഇത് വെച്ചൊരു റൈഡ് പോയാല ഇത് വെച്ചൊരു റൈഡ് പോകണു പോയി. അത് ഇപ്പൊ ഒരു മാച്ച് പോയാല ഒരു മാച്ച് പോയത് വെച്ച് മാച്ചെന്ന് മറ്റേ BGMF കളിച്ചിരിക്കും. മാച്ചെന്ന് ഒരു മാച്ച് ഇറങ്ങട്ടെ. ഇവിടെ മൗണ്ടേ പോയാലോ? മൗണ്ടയിലാണ്. മൗണ്ടെയിൻ ചാറ്റ് അവിടെ ജസ്റ്റ് ഒന്ന് പോയി ജസ്റ്റ് 2 കറങ്ങിയിട്ട് വന്നിട്ട് ആവശ്യമുള്ള ഒരു 5-6 കാർ ആവശ്യമുള്ള ഒരു 5-6 കളയൂലെന്ന് ഉറപ്പുള്ള ഒരു 5-6 കാറ അതിനടുപ്പിച്ച് മോഡിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? മോഡിഫൈ ചാറ്റ് നല്ല വൃത്തിക്ക് ചെയ്യാം. തിരിയില്ല കിടച്ചാറ്റ് ചെറിയില്ല അടിക്കാൻ പറയാണെന്നെ. ഇത് കൂടി കിടക്കണ്ട. ചുമ്മാ റെസൊല്യൂഷൻ കൂടി ചുമ്മാ. ഇപ്പൊ സീരിയസ് എന്റെ ഒരു ബിസിനസ് ഇപ്പൊ പൈസ എടുക്കണ്ട. എനിക്ക് ഇവിടെ ഇറങ്ങണം. ഒരു നിമിഷം ഇത് പോവാൻ വഴിയില്ലല്ലോ ഇപ്പം. ഒരു സെക്കൻഡ് വെയിറ്റ് ആക്കടാ. ഓക്കെ, ലൈവ് അവിടെ ഉണ്ട്. സിറ്റിയുടെ ടോപ്പിൽ പോയാലോ? സിറ്റിന്ന് മൗണ്ടൈൻ ടോപ്പിൽ പോവാല്ലേ? ഓക്കെ, മൗണ്ടൈൻ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ചാറ്റ്. ഈ കാറ് മറ്റേ അന്ന് ഞാനും അറബിയും കൂടെ ഇവിടെ ഒന്ന് ആ സെക്കൻഡ് പോസ്റ്റ് അത് 2ാമത്തെ പോസ്റ്റ് ആയിരുന്നു. ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഡബ്ല്യു കാറാണ്. പോലെ പോവല്ലേ മുത്തേ. സുപ്രീം റാങ്ക് എത്തിയിട്ട് ഫസ്റ്റ് ഇത് വെച്ചാ ഇത് സുപ്രീം റാങ്ക് എത്തിയിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള ഒരിത് ലൈവില് കാർ എടുത്ത് പോണം. ഇന്നലെ ഒരു ഇതുപോലെ ഇറങ്ങില്ല. സിറ്റിയിൽ അവരുടെ ഇറങ്ങില്ല. ജസ്റ്റ് നോക്കിയപ്പോ തന്നെ സുപ്രീം റാങ്ക് ആണെന്ന് കണ്ട്. അപ്പൊ അതിനുശേഷം സുപ്രീം റാങ്ക് എത്തിയതിനു ശേഷം കാറും എടുത്ത് ആദ്യമായിട്ട് വെളി ഇറങ്ങിയേക്കുവാണ്. അവിടെ റെഡ് ഫോക്സ് സുപ്രീം റാങ്ക്. ഹോഴ്സ് പവർ 549. ഇതിന് 700 ഉണ്ടായിരുന്നാണല്ലോ. ഇതിന് എൻജിൻ മാറ്റ സമയമായ തോന്നുന്നു. പ്രൊഫൈല് ID ഓക്കെ. സുപ്രീം റാങ്ക് ചാറ്റ്. ഇടിച്ചു മാരം. നൈറ്റ് ടോക്കാം. എഫക്ട് നൈറ്റിലെ മറ്റേ ബ്രൈറ്റ്നെസ് അവിടെ അത് കൂട്ടണം. ഇല്ല ഒന്നും കാണാൻ പറ്റൂല ചാറ്റ്. ഇത് കൊള്ളാം. ഇപ്പം ലൈറ്റ് ഇട്ട് ഓടിക്കോട്ടെ. പക്ഷെ ലൈറ്റ് എനിക്ക് ചെറിയില്ല. നോക്കട്ടെ, ലൈറ്റ് നോക്കട്ടെ. കുഴപ്പമില്ല. ഇടിക്കല്. മലയിൽ എനിക്ക് ലൈറ്റ് ഇടാൻ പാടാണ്. ലൈറ്റ് ഇടാം. ഇവിടെ
എടാ നൈറ്റ് ഇട്ടിട്ട് ഇത് മല ഇറങ്ങിയാല. ഓക്കെ നൈറ്റ് ഇതുകൊണ്ട് മല ഇറങ്ങും, മല ഇറങ്ങും, മല ഇറങ്ങും, മല ഇറങ്ങാം, മല ഇറങ്ങും. അവിടെ എന്തത് വഴി മുഴുവൻ 100% ഇതാണ് ബ്രൈറ്റ്നസ് ആയിട്ടേക്കണം. 100% വലിയ ഒത്തിരി ഇതാവണില്ല. എനിക്ക് നേരെ റോഡ് നേരെ കാണാൻ പറ്റില്ല. എന്താണ് ഒരു റോഡ് നൈറ്റ് ലൈറ്റ് ഓഫ് ആക്കിട്ട് ഓടിക്കണം ഒത്തിരി പാടാണ്. സീരിയസ്ലി ഞാൻ പറയുവാണ്. പ്രത്യേകിച്ച് ഈ മലയൊക്കെ ഇറങ്ങണം. അയ്യോ ഇടിച്ച് ഇവിടെ, അയ്യോ ഇവിടെ ഇടിച്ച്. ഓ നൈറ്റ് മല ഇറങ്ങാൻ വെച്ചാൽ സീരിയസ്ലി ചുമ്മാ താഴെ മലയും അത് ഇതിനങ്ങനെ വീണ താഴെ കുടുങ്ങി പോവും. ഈ കുണ്ണ ഇറങ്ങും ചാറ്റി, കുണ്ണ ഇറങ്ങും, ഇറങ്ങും. എനിക്ക് റോഡ് നേരെ വ്യക്തമാവില്ല. ലൈറ്റ് ഇടത്തില്ല, ലൈറ്റ് ഇടാതെ ഇറങ്ങുവാണ്. ലൈറ്റ് ഇട്ടാൽ എനിക്ക് ഓൾറെഡി ലാഗ് അടിക്കും. ഓ അതല്ല അതല്ല അതല്ല, ഇതെങ്ങാട്ട് എടാ ഇത് ഏടാ ഏടാ ഇതെന്തോ ലൊട്ട. എവിടെയൊക്കെ ഇടിച്ചെന്റെ കാറ്. ഇപ്പൊ തൊടിയിട്ട് ഇപ്പോഴാണ് സെറ്റായത്. ഇതൊക്കെ ഇറങ്ങും ചാറ്റേ. ഇങ്ങോട്ടാണ് വഴി, ഇങ്ങോട്ടാണ് വഴി. വഴി കണ്ട് എടാ മരം. എടാ എന്ത് വേലി ഇറങ്ങാന് പറ്റൂ. എടാ എന്താണിത് ഇത് മാപ്പിൽ ഇതും കൂടെ നോക്കാം കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഒരു ഇതാവും. 30 ഇത്രയില്ല. മുത്തേ എത്തിയിട്ടുണ്ട്, മനസ്സിലായ? എത്തിയിട്ടുണ്ട് ചാറ്റ്, എത്തിയിട്ടുണ്ട്. ലൈറ്റ് അണച്ച് മല ഇറങ്ങിയിട്ടുണ്ട്.